അങ്ങനെയാണെങ്കിൽ മനുഷ്യർ നിന്നെ ഇഷ്ടപ്പെടും. അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ ഈ ദുനിയാവിൽ പരിത്യാഗിയായി ജീവിക്ക്. പൈസക്ക് വേണ്ടി ജീവിക്കല്ല, അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്ക്. അള്ളാഹ് ഇഷ്ടപ്പെടും. ജനങ്ങളുടെ കയ്യിൽ നിന്നൊന്നും വേണ്ടാന്ന് ചിന്തിച്ച് അള്ളാഹുവിന് വേണ്ടി ജീവിക്ക്. മനുഷ്യർ നിന്നെ ഇഷ്ടപ്പെടും. അങ്ങനെയാണ്. ഒരിക്കൽ കടം ചോദിക്കാൻ വേണ്ടി വന്നു, 10,000 കൊടുത്തു. അടുത്ത പ്രാവശ്യം വന്നു, അപ്പോഴും കൊടുത്തു 10. പിറ്റത്തെ പ്രാവശ്യം 5,000. പിന്നെ പറഞ്ഞു, കുട്ടികളെ വാപ്പല്ല എന്ന് പറഞ്ഞേക്കണേ, കൊടുക്കൂല. നമ്മള് ജനങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഭാരമായി പോകരുതെന്നാണ് നമ്മള്. ഇത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണ്. വേന്ന് പറയുന്ന ഉസ്താദുമാർ ഒരു കമ്മിറ്റിക്കാരൊന്നും ഒന്നും പ്രതീക്ഷിക്കണ്ട. ജോലി ചെയ്യുന്ന മുദരിസ്യന്മാരും മദ്രസ മാലിന്യം മറ്റാചാര്യ സോപ്പിട്ട് നിൽക്കാൻ എന്തെങ്കിലും കെട്ടിപ്പോ പരപ്പണിക്ക് സഹായിച്ചിട്ടും ഇതൊക്കെ യാചനയാണ്. എന്തെങ്കിലും ആവശ്യം വരുമ്പോഴേക്കും പിരിവെടുത്ത് ഇറങ്ങാം. മൂല്യന്മാരുണ്ട് പിരിവെടുത്ത് ഇറങ്ങുന്നവർ, നല്ല യാചകന്മാർ, പച്ച യാചന ചെയ്യുന്നവർ. അള്ളാഹു ജീവിക്കാൻ അവസരം കൊടുത്തിട്ട് അത്യാഗ്രഹം കൊണ്ട് അല്ലെ വീടിന്റെ പണിയൊക്കെ തേക്കാൻ ബാക്കിയുണ്ട്, അത് വെച്ചിട്ട് ഗൾഫിലേക്ക് കയറാൻ. ആരോടായി ചോദിക്കണമെന്നറിയോ? 20 കൊല്ലമായിട്ട് ഗൾഫിൽ ജോലി ചെയ്ത് 2 സെന്റ് വാങ്ങാൻ കഴിയാത്ത മനുഷ്യനോടാ പോയി ചോദിക്കും, എന്റെ പൊരപ്പണി തേക്കാൻ 2 ലക്ഷത്തിന്റെ ഒരു മാസം കൊണ്ട് 2 ലക്ഷം 10 ലക്ഷമായിട്ട് പോരാ. ഇതൊക്കെ അള്ളാഹു കൊടുക്കോ? മനുഷ്യന്മാരെല്ലാവർക്കും ഇല്ലേ പ്രയാസങ്ങൾ, അത്യാവശ്യങ്ങളൊക്കെ കുടുങ്ങിക്കഴിഞ്ഞ രോഗാവസ്ഥയിലുള്ള അവസ്ഥയാണ്. അതൊക്കെ മനുഷ്യന്മാർക്ക് മനസ്സിലാവും. ആർഭാടങ്ങൾക്ക് വേണ്ടി പിരിവ് നടത്തുന്നതൊക്കെ യാചനയാണ്, ചെയ്യാൻ പാടില്ല. മനുഷ്യന്മാർ വെറുക്കുന്നില്ലേ? ഉസ്താദന്മാരൊക്കെ വിസിറ്റ് എത്തി എന്ന് പറഞ്ഞാൽ സർവ്വ മെമ്പർമാരും മുങ്ങും. പിന്നെ നമ്മളെ റൂമിൽ താമസമല്ലോ, ഇവിടെ തീരെ ബെഡ് സ്പേസ് എന്നല്ല. അപ്പൊ അവിടെ ഇല്ല, അപ്പൊ ആർക്കും വേണ്ട. പിന്നെ ഉസ്താദ് ഇവിടെ കിടക്കുക, എവിടെയും പോയി കിടന്നോട്ടെ. എന്തേ? ഉസ്താദ് പിരിവിന് വന്നതാ. എന്ത് പിരിവ്? സ്വന്തം ആവശ്യത്തിന്. അത് ഞാൻ ഒരു മാലിന്യമായതുകൊണ്ട് മുദരിസ ഞാൻ പറയണം, അത് ഇന്നെ പോലത്തെ ആൾക്കാരെ പറ്റി എന്ന് വിചാരിച്ചോളൂ, വേറെ ആരെ പറ്റിയല്ല. ആരും കുറ്റം പറയാനില്ല. ഇത് ഉസ്താദുമാരും മനസ്സിലാക്കണം, സാധാരണക്കാരും മനസ്സിലാക്കണം, അല്ലാത്തവരും മനസ്സിലാക്കണം. മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കിട്ടാൻ വേണ്ടി നടക്കല്ലേ. നീ അള്ളാഹിനോട് ചോദിക്കും, അള്ളാഹ് തരും, ഞാൻ വഴി തരും. പൈസയ്ക്ക് വേണ്ടിയല്ല വേല പറയേണ്ടത്, പൈസയ്ക്ക് വേണ്ടിയല്ല നമ്മൾ ദീനി പ്രവർത്തനം ചെയ്യുന്നത്, പൈസയ്ക്ക് വേണ്ടിയല്ല കമ്മിച്ചുണ്ടാക്കുന്നത്. അള്ളാഹുവിനോട് ചോദിക്കും, പടച്ചതമ്പുരാൻ ഏതെങ്കിലും വഴിക്ക് നിന്റെ മുമ്പിലേക്ക് എത്തിച്ചു തരും. ഒരാള് നേരം വെളുത്തു, ആ മനുഷ്യന്റെ മുമ്പിലുള്ള ആകെ ലക്ഷ്യം പൈസ ഉണ്ടാക്കലാണ്. നേരം വെളുത്തുകൊണ്ട് ചിന്ത ഇന്നത്ര പൈസ ഉണ്ടാക്കണം എന്നാണ്. അങ്ങനെയെങ്കിൽ അവന്റെ കൺമുമ്പിൽ നിന്ന് ദാരിദ്ര്യം അല്ലാഹു എടുത്തു കളയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ ദാരിദ്ര്യം തീരൂല. പൈസ പൈസ എന്ന് പറഞ്ഞ് ഓടുന്നവൻ. ആരെങ്കിലും നേരം പുലർന്നു, അവന്റെ ലക്ഷ്യം പരലോകമാണ്. അല്ലാഹുവേ, ഇന്നത്തെ ദിവസം അസ്തമിക്കുന്നതിന് മുമ്പ് ഒരുപാട് നല്ല കാര്യം ഇന്നെനിക്ക് ചെയ്യണം. സൂര്യാസ്തമയത്തിന്റെ മുമ്പ്, ഇന്നത്തെ രാത്രി പുലരുന്നതിന്റെ മുമ്പ് ഒരുപാട് നന്മ എനിക്ക് ചെയ്യണം. പിന്നെ ജോലി കച്ചവടമൊക്കെ വേണം, പക്ഷെ എന്റെ ലക്ഷ്യം ആഖിറമാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാന്ന് വിചാരിച്ചാലും പൈസ വന്നുകൊണ്ടിരിക്കുന്ന, വേണ്ടാന്ന് വിചാരിച്ചാലും വരും. അങ്ങനെയാണ് അല്ലാഹുവിന്റെ തീരുമാനം. അപ്പോ നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കാൻ ഇറങ്ങിയവരാണ്. നമ്മൾ മറ്റുള്ളവർക്ക് ഭാരമാവരുത്. ഞാൻ പറഞ്ഞതിന് ആവശ്യമില്ല. എനിക്ക് അൽഹംദുലില്ലാഹ് അല്ലാഹുവിൽ തവക്കുലുണ്ട്. എന്റെ വിഷയം ഞാൻ റബ്ബിനെ ഏൽപ്പിച്ചു. പക്ഷെ അവിടെ ഒരു പാവപ്പെട്ട വീട്ടുകാരനുണ്ട്, ഞാൻ അവരെ പോയി സഹായിക്കട്ടെ. അതാ ചിന്തിക്കുന്നത്. എന്റെ വിഷയമല്ല, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി നടക്കട്ടെ. അപ്പോ നിന്റെ വിഷയത്തിൽ അല്ലാഹു ഇടപെടും. ഖിദ്മത്തിന്റെ സേവനങ്ങൾ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മൾ മിസ്കീന്മാരെ ശ്രദ്ധിക്കണം. ഫഖീറും മിസ്കീനുമുണ്ട് ശറഈ, 2 വിഭാഗം. അവസാനിപ്പിക്കാൻ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ വർക്ക് 1 മണിക്കൂറായി കഴിഞ്ഞല്ലോ. നിസ്കരിക്കണ്ടേ? പഠനക്കാർക്ക് അസുഖമൊന്നുമില്ലേ? ഞാൻ നിസ്കരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ നിർത്തുന്നില്ല, സമയം വളരെ കൺജസ്റ്റഡ് ആണ്. റമീസ് അവിടെ ഉണ്ടല്ലേ? അത് റമീസിന്റെ വേണ സമയം വളരെ സങ്കുചിതമായിട്ടുണ്ട്. അപ്പോ ചുരുക്കാൻ ഫഖീറും മിസ്കീനും നോക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാഹു തആല. ഫഖീറും മിസ്കീനും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഫഖീർ എന്ന് പറഞ്ഞാൽ ഉസ്താദുമാരൊക്കെ ഉദാഹരണം പറയാം, എങ്ങനെ 10 ദിർഹം എന്ന് ഉദാഹരണം പറയണ്ട. അപ്പൊ 100 രൂപ. ഒരു ദിവസം കഴിയാൻ 100 രൂപ വേണം ഒരാൾക്ക്. അയാൾക്ക് വെള്ളവും ഭക്ഷണവും കുടിച്ച് അന്ന് മരിക്കാതെ പോകാം.
100 ഉറുപ്പിക വേണം. ആ മനുഷ്യന് ആകെ കിട്ടുന്നത് 20 ഉറുപ്പിയാണ്. ബാക്കി അയാളാണ് ഫഖീർ. ഇനി 100 രൂപ കിട്ടിയാലേ സർവൈവ് ചെയ്യാൻ പറ്റൂ. പക്ഷെ അയാൾക്ക് 80 കിട്ടുന്നുണ്ട്, ഒരു 20ന്റെ ഷോർട്ട് ഉണ്ട്. അയാളെയാണ് നമ്മൾ മിസ്കീൻ എന്ന് പറയാം. ഫഖീറിനെക്കാളും ഒരൽപ്പം മെച്ചത്തിലാണ്, പക്ഷേ സർവൈവ് ചെയ്യാൻ പ്രയാസമുണ്ട്. ഇനി നോക്കുക, ഖുർആൻ കപ്പലുകൾ ഉണ്ടായിരുന്ന മിസ്കീന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മിസ്കീന്മാരുടെ മക്കള് ചിലപ്പോൾ 4 ആള് ഗൾഫിലുണ്ടാവും. 4 ആൾക്കും പണി ഉണ്ടാവില്ല, അത് നാട്ടുകാരറിയില്ല. ആള് മിസ്കീനായിരിക്കും. ചിലക്ക് ഷോപ്പ് ഉണ്ടാവും, ആള് മിസ്കീനാവും. ചിലപ്പോ കച്ചവടം മുഴുവൻ നഷ്ടത്തിൽ, കടക്കാർ വന്ന് ഇടങ്ങാറാക്കിയിട്ട് ബുദ്ധിമുട്ടായിരിക്കാം. അങ്ങനത്തെ കച്ചവടക്കാർ മിസ്കീന്മാരുണ്ടാവുന്നതാണ്. എത്രയോ നമ്മൾ മാന്യന്മാരായി സമൂഹത്തിൽ യാചന ചെയ്യാതെ ഒരാളോടും കൈനീട്ടരുത് എന്ന് വിചാരിച്ച് നടക്കുന്ന എത്രയോ മിസ്കീന്മാരുണ്ടെന്നാണ്. ഫക്കീർമാരെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റൂ, പെട്ടെന്ന് കാണാൻ പറ്റൂ. ഫക്കീർമാരുടെ കല്യാണം, ഒരു കുട്ടിന്റെ കല്യാണം കഴിഞ്ഞാൽ അടുത്ത കുട്ടിനെ, അതിന്റെ അപ്പുറത്തെ കുട്ടിനെ കെട്ടിക്കാനുള്ള പൈസ ബാക്കിയുണ്ടാവും ഫക്കീറാണെങ്കിൽ. മിസ്കീൻ, നമ്മളെ പ്രവാസികളൊക്കെ മിസ്കീന്മാരെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഓരോ കയ്യിൽ പൈസ ഉണ്ടെന്ന് എല്ലാവരും വിചാരിക്കാം, സംഗതി ഓരോ കയ്യിലൊന്നുമില്ല. കുട്ടിന്റെ കല്യാണത്തിന് പെര വണയത്തിലാണ്, അല്ലെങ്കിൽ സ്ഥലം വിറ്റു, പുര വിറ്റിട്ടുണ്ട്, മാനം കാക്കാൻ വേണ്ടി അടിച്ചു പൊളിച്ച് കല്യാണം കഴിച്ചു. പിന്നെ ഉമ്മാക്കും വാപ്പാക്കും ഉറക്കല്ലാത്ത രാവുകളാണ്, കടമ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فلقتحم العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة. മിസ്കീനിന് ഭക്ഷണം കൊടുക്കുന്നത്, മിസ്കീനിന് ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കാതിരിക്കുന്നവർ കപടവിശ്വാസികൾ. അല്ലാഹു മിസ്കീൻ എന്നിങ്ങനെ ഇന്നമസ് സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ, ഫഖീറിനും മിസ്കീനും സ്വദഖയുടെ അവകാശികളാണെന്ന് ഖുർആൻ പറഞ്ഞു. മിസ്കീന്മാർ സമൂഹത്തിൽ പെട്ട എത്രയോ കൂട്ടുകാർ അങ്ങനെ കാണും. അവരെ കണ്ടു ചെന്ന് അവരെ സഹായിക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്. എന്തെന്നറിയോ, അവർക്ക് ചോദിക്കാൻ മടിയുണ്ടാവും. ഇത്രയും കാലം ഗൾഫിൽ നിന്നിട്ട് ഇയാൾക്കൊക്കെ ദാരിദ്ര്യം ഉണ്ടോ എന്ന് ആരും ചിന്തിക്കുക പോലുമില്ല. സൂറത്തുൽ കഹ്ഫിൽ ചരിത്രമില്ലേ? സൂറത്തുൽ കഹ്ഫിൽ മൂസാ നബി അലൈഹിസ്സലാം ഖിദർ നബിന്റെ കൂടെ പോകുന്ന ആ യാത്ര, അവര് കപ്പൽ കയറിയില്ലേ? ഖിദർ നബി അലൈഹിസ്സലാം കപ്പൽ പൊട്ടിച്ചില്ലേ?